ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കോളിഫ്ലവർ പക്കോടയും ഗ്രീൻ ചട്നി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ താരം കോളിഫ്ലവർ. അപ്പോൾ നമ്മളിത് പ്രാവശ്യം ഏട്ടൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചാണ് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണമെന്ന്. കാരണം ഇത് കുറേ മുന്നേ ഉണ്ടാക്കിയതാണ്, മക്കളൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു, അവർ ഇന്ന് സ്കൂളിലോട്ട് വരുമ്പോഴേക്കും. അങ്ങനെ അതിനായിട്ട് ആദ്യം തന്നെ ചെറിയ ചെറിയ അല്ലികളായിട്ട് അത് മുറിച്ചെടുത്ത് നമുക്ക് ആദ്യം ഇതൊന്ന് വാഷ് ചെയ്യണം. വാഷ് ചെയ്യൽ കുറച്ച് ചൂടുവെള്ളത്തിൽ, ഇളം ചൂടുവെള്ളത്തിൽ എന്ത് ചെയ്യും, കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റ് വയ്ക്കും. എന്നിട്ടത് ഡ്രെയിൻ ചെയ്തെടുക്കും. അങ്ങനെയാണ് ഞാൻ ഈ കോളിഫ്ലവർ സാധാരണ വാഷ് ചെയ്യൽ കേട്ടോ. കോളിഫ്ലവറും ബ്രൊക്കോളിയായാലും ഞാൻ അങ്ങനെ തന്നെ വാഷ് ചെയ്യാറ്. നിങ്ങളെങ്ങനെയാണ് ചെയ്യാറ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് കുറച്ച് നേരം ഇട്ട് ഒന്ന് ഇളക്കി, വല്ലാതെ ഉരച്ച് കഴുകില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കുറച്ച് നേരം അങ്ങ് വെച്ച് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നമുക്കത് ഡ്രെയിൻ ചെയ്ത് മാറ്റിയെടുക്കുകയാണ് പതിവ്. എന്നിട്ട് അത് കുറച്ച് നേരം ഒന്ന് വെക്കട്ടെ, അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറട്ടെ. എന്നിട്ട് നമുക്ക് ഈ പക്കോട ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡിയാക്കാം. ഓക്കെ, ബാറ്റർ റെഡിയാക്കാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്തറിയാം, ഈ കടലപ്പൊടി എടുക്കും, അരിപ്പൊടി വേണം, പിന്നെ കുറച്ച് എന്താ പറയുക പച്ചക്കറികളും കൂട്ടുമൊക്കെ വേണം. അപ്പോൾ ഞാൻ ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് അങ്ങനെ കറക്റ്റ് അളവൊന്നും പറഞ്ഞില്ല കേട്ടോ. നിങ്ങൾക്ക് എത്രയാണ് കോളിഫ്ലവറിൽ വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. ആദ്യം കടലപ്പൊടി ഇടുക, എന്നിട്ട് ഞാൻ അതിലേക്ക് 2 സ്പൂണും എന്തിട്ടു അരിപ്പൊടി ഇട്ടു. മുളക് പൊടി കാശ്മീരി ഉണ്ടെങ്കിൽ അതിട്ട് കുറച്ചുകൂടി നല്ല കളർ ഉണ്ടാവും കേട്ടോ. ഇത് സാധാ മുളക് പൊടിയാണ്. അങ്ങനെ മുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു. പിന്നെ അതിലേക്ക് എന്തൊക്കെ വേണമെന്നറിയോ, നമ്മൾ ഗരം മസാല ഇല്ലേ, നല്ലൊരു ഗരം മസാലൻ്റെ പൊടി കുറച്ച് വേണം, പിന്നെ കായപ്പൊടിയും വേണം, പിന്നെ എന്ത് ചെയ്യുക, ഉപ്പ് ആവശ്യത്തിന്. അതൊക്കെ നമ്മുടെ ഒരു പാകം, നമ്മളൊരു കൈ കണക്കിന് അങ്ങ് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ നമുക്കിതിൽ എന്താ പറയുക, ഗരം മസാല കുറച്ച് അധികം ഇടുമ്പോൾ കുറച്ച് നല്ല ഫ്ലേവർ ഉണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ കുറച്ചുള്ളതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് നല്ലതുപോലെ കറിവേപ്പില കൊത്തി അരിഞ്ഞത് ഇട്ടു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതൊക്കെ നമ്മളെ ഇഷ്ടത്തിന് ഇട്ടാൽ മതി കേട്ടോ. മക്കൾക്ക് പിന്നെ അധികം അങ്ങ് എരിവ് എല്ലാത്തിൻ്റെയും കൂടി എരിവ് കടിക്കേണ്ട വെച്ചിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വളരെ കുറച്ചാണ് ഇട്ടത്. പിന്നെ സവാളയും നല്ലതുപോലെ കൊത്തി അരിഞ്ഞിട്ട് നല്ലതുപോലെ എന്ത് ചെയ്തു, വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തു. അത് എന്താ പറയുക, അതിൻ്റെ ബാറ്ററിൻ്റെ ഒരു അളവ് എന്ന് പറയുമ്പം വല്ലാതെ വെള്ളമാവരുത്, എന്നാൽ വല്ലാതെ ടൈറ്റ് ആവരുത്. അങ്ങനെ ഒരു മീഡിയം ലെവലിൽ ആക്കി കുറച്ച് നേരം അത് വെച്ച്, എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ച കോളിഫ്ലവർ ഇല്ലേ, അത് നല്ലതുപോലെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. മിക്സ് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്തു, നമ്മളത് കുറച്ച് നേരം ആ കോളിഫ്ലവറിലേക്ക് ആ ഉപ്പും ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ്, അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, മാറ്റി വെക്കും. അങ്ങനെ അത് പിടിക്കുമ്പോഴത്തേനും നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്കുള്ള ഗ്രീൻ ചട്നി ഉണ്ടാക്കാം. അപ്പോൾ അതിലൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളിയും, എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, പിന്നെ കുറച്ച് ചെറിയ ജീരകം, പിന്നെ അതിലേക്ക് ചെറുനാരങ്ങേൻ്റെ നീരൊഴിക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് നമ്മൾ ചാട്ട് മസാല ഇല്ലേ, ചാട്ട് മസാല. ഞാൻ അതിൽ കുറച്ച് ചാട്ട് മസാല ചേർത്തിട്ടുള്ളൂ. കാരണം ഈ ഗ്രീൻ ചട്നി ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുക കേട്ടോ. മുന്നേ ഉണ്ടാക്കിയപ്പോൾ സോസിൻ്റെ കൂടെ ഒക്കെ വെച്ചത്, പക്ഷെ മക്കൾക്ക് എന്നും സോസ് കൊടുക്കാൻ വെച്ചിട്ടാണ് അത് ഇന്ന് ഗ്രീൻ ചട്നി ആക്കാമെന്ന് വെച്ചു. അങ്ങനെ അതിലേക്ക് പുതിനയും മല്ലിച്ചപ്പും പിന്നെ എന്ത് ചെയ്തു, ഉപ്പും ആവശ്യത്തിനിട്ട് നല്ല ചതച്ചെടുത്തിട്ട് നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്ന തൈരാണ് കേട്ടോ. നമ്മൾ ആവശ്യത്തിന് തൈര് ചേർക്കരുത്. നമ്മൾ വീട്ടിൽ ഉറഴിച്ചുണ്ടാക്കിയ തൈരാണ്, പുറത്തുനിന്ന് വാങ്ങിയതല്ല. അപ്പോൾ ആ തൈര് നമ്മുടെ ആ ടേസ്റ്റ് എരിവൊക്കെ പാകമാവുന്നതിനനുസരിച്ച് നമ്മൾ ഇഷ്ടത്തിന് ക്വാണ്ടിറ്റിയിൽ തൈര് ചേർത്ത് അടിച്ചെടുത്ത നമ്മളെ സ്റ്റൈലൻ ഗ്രീൻ ചട്നി റെഡി. ഇതാണ് നമ്മുടെ എന്താ പറയുക, അൽഫാമിൻ്റെ കൂടെ ഒക്കെ ഇട്ടിട്ടുണ്ട് ഗ്രീൻ ചട്നില്ലേ, അത്. അങ്ങനെ അതെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഇത് കോളിഫ്ലവർ പൊരിച്ചെടുക്കാതെ കേട്ടോ. അത് ഓരോ ബാച്ചായിട്ട് വളരെ കുറച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി, അല്ലെങ്കിൽ എന്താ പറയുക ഒട്ടിപ്പിടിച്ച് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടില്ല അല്ലികളൊന്നും. ഓക്കെ, അതുകൊണ്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് ഉണ്ടാക്കുക. അങ്ങനെ ഓരോന്ന് വറുത്ത് കോരിയെടുക്കുക. നല്ല ക്രിസ്പി, ഇതാണ് നല്ല ടേസ്റ്റാണ്. മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണേ. ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ, സീ യു.